അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ഒരുപാട് ആളുകൾ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയ ആളുകളുണ്ട്. എല്ലാ ഹജ്ജാജിമാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ഉമ്മ റളിയല്ലാഹു തആല അൻഹയുടെയും സ്മരണ പുതുക്കിക്കൊണ്ട് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബലിപെരുന്നാൾ ദിവസം. ആ ബലിപെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു പുണ്യകർമ്മമായ ഒരു വിഷയമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. സൂറത്തുൽ കൗസറിൽ അല്ലാഹു തആല പറയുന്നു, തങ്ങൾക്ക് നാം ധാരാളം നന്മകൾ ചെയ്തു തന്നു, അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കരിക്കുകയും ഉളുഹിയ്യ അറുക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷം ഉളുഹിയ്യത്ത് അറുത്തിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന. അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി ഹംലൈനി അഖ്റനൈനി ദബൗഹ ബിയദിഹി വസമ്മ വകബ്ബറ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വെളുത്തതും കറുത്തതുമായുള്ള നല്ല സൗന്ദര്യമുള്ള 2 ആടുകളെ ഉളുഹിയ്യ അറുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുത്തു. അവിടുത്തെ കൈകൾ കൊണ്ട് തന്നെയാണ് ഉളുഹിയ്യത്ത് അറുത്തത്. ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി അവിടെ നിന്ന് അറുത്തു. 4 മദ്ഹബിൻ്റെ ഇമാമിൽ മുഅക്കദായ സുന്നത്തെന്നും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വാജിബാണെന്നും ഉളുഹിയ്യത്തിനെ സംബന്ധി പറഞ്ഞിട്ടുണ്ട്. അള്ളിമു ലഹായാക്കും ഫഇന്നഹാ മതായാക്കും അലസ്സിറാത്ത്. നിങ്ങൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിനോട് ബഹുമാനപൂർവവും അതുപോലെ തന്നെ ആദരവും കാണിക്കണം, കരുണയും കാണിക്കണം. അത് സിറാത്ത് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനമായിട്ട് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇനി അറുക്കുന്ന വസ്തു ഏതാണ്, അത് നാം മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഒട്ടകം, പശു, ആട്, ഇങ്ങനെ 3 നിലക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിയും. 5 വയസ്സ് പൂർത്തിയായ ഒട്ടകവും അതുപോലെ തന്നെ പശു, മൂരി, പോത്ത്, എരുമ ഇത് 2 വയസ്സ് പൂർത്തിയായ 3-ാമത്തെ വർഷത്തിലേക്ക് കടന്നത് ആയിരിക്കണം. അതുപോലെ തന്നെ ആടുകളിൽ 2 ഇനമുണ്ട്. ഒന്ന് നെയ്യാട്, അതിന് 1 വയസ്സ് പൂർത്തിയായാൽ അറക്കാം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളത് കോലാടാണ്. 2 വയസ്സ് പൂർത്തിയായി 3-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചാൽ ഉളുഹിയ്യത്ത് അറുക്കാവുന്നതാണ്. ഇനി സമയം നിങ്ങൾ മനസ്സിലാക്കണം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ അയ്യാമുത്ത് തശ്രീഖ് വരെ അതിന് സമയമുണ്ട്. ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ
അതിൽ ഉളയത്തിൻ്റെ മൃഗം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയവരാണ്. പക്ഷേ കുറവുകൾ, ന്യൂനതകളുള്ള മൃഗത്തിനെ അറുക്കാൻ പാടില്ല. ഒന്ന്, രോഗിയായ മൃഗം. അതേപോലെ തന്നെ ഏറെ ചില ആരോഗ്യം ബാധിച്ചാൽ പ്രശ്നം, അത് മെലിഞ്ഞാൽ ആ മൃഗം പറ്റൂല. രോഗിയുള്ളതും അതുപോലെ തന്നെ മെലിഞ്ഞതായിട്ട് ഏറെ രോഗം ബാധിച്ചിട്ട് അങ്ങ് മെലിഞ്ഞു പോയതാണെങ്കിലും അതും പറ്റൂല. രണ്ടാമതായിട്ട് ചൊറി പിടിച്ചത്, അതും പറ്റൂല. മൂന്നാമതായിട്ട് പറഞ്ഞു പിന്നെ മുടന്തുള്ളത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള മൃഗം, അതും പറ്റൂല. നാലാമതായിട്ട് 2 കണ്ണു കാണാത്ത മൃഗം പറ്റൂല. 5 ഒരു കണ്ണ് കാണാത്തതും പറ്റൂല. ആറാമതായിട്ട് മെലിഞ്ഞൊട്ടിയത് പറ്റൂല. ഏഴാമതായത് ചെവി മുറിഞ്ഞത്, അത് പറ്റൂല. പിന്നെ ചെവി ദ്വാരം ഇതായതെങ്കിലും പറ്റും. കീറിയതാണെങ്കിലും പറ്റും. 7 വാല് ചെറിയ നിലക്ക് മുറിഞ്ഞാൽ പറ്റൂല. എട്ടാമതായിട്ട് ചെവി ഇല്ല എന്നാലും പറ്റൂല. ഒമ്പതാമതായിട്ട് പറയുന്നു മൃഗത്തിൻ്റെ എല്ലാ പല്ലുകളും കൊഴിഞ്ഞു പോയി, അതും പറ്റൂല. ആണിനെയും പെണ്ണിനെയും അറുക്കാം. മൃഗത്തിൽ ആണിനെയും പെണ്ണിനെയും ബലിയർക്കാം. അതേപോലെ തന്നെ 10ആമതായിട്ട് പറയുന്നു വടച്ച മൂരി വടക്കാത്തതും പറ്റും. വടച്ച മൂരിയും വടക്കാത്തതും അതൊക്കെ പറ്റുമെന്നാണ്. 11ആമായിട്ട് ചില പല്ല് പോയാൽ കുഴപ്പമില്ല. 12ആമതായിട്ട് പറയുന്നു തീരെ കൊമ്പില്ല എങ്കിലും പറ്റും. തീരെ കൊമ്പില്ല എന്നാൽ പറ്റും. 14ആമായിട്ട് കൊമ്പ് നഷ്ടപ്പെട്ടതാണെങ്കിൽ പ്രശ്നമില്ല. കൊമ്പ് നഷ്ടപ്പെട്ടതാണെങ്കിൽ എന്നില്ല, പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ലത് തടിച്ച കൊഴുത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒട്ടകം, പിന്നെ പശു, അതില്ലെങ്കിൽ നെയ്യാട്, അതില്ലെങ്കിൽ കോലാട്, ഇങ്ങനെ പറയുന്നു. 7 ആടുകളെ ഉളയത്തറുക്കുകയാണെങ്കിൽ ഒരൊട്ടകത്തിലോ അല്ലെങ്കിലോ പശുവിൻ്റെ ഒരു ചെറിയ ഭാഗത്തിലോ ചേർന്നതിനേക്കാൾ നല്ലത് ഒരു ആടിനെ അറുത്തു കൊടുക്കലാണ്. അതാണ് നല്ലത്. പിന്നെ അതിൻ്റെ നിറം എങ്ങനെയാണ്? ഒന്ന് വെളുത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ മഞ്ഞയോടുകൂടി ഉള്ള വെളുപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. 3 കറുത്ത നിറം രാത്രി പിന്നെ ഉളയത്തറുക്കൽ കറഹത്താണ്. പിന്നെ ഉളയത്തിനെ അശദ്ദു കറാഹത്ത്, അതായത് ശക്തിയായ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി ഉളയത്തറുക്കൽ. പുരുഷന്മാർ കഴിവുണ്ടെങ്കിൽ സ്വന്തം അറുക്കലാണ് നല്ലത്. സ്ത്രീകളെ ഏൽപ്പിക്കൽ നല്ലതാണ്. പക്ഷേ പുരുഷന്മാരാണ് അറുക്കൽ ഏറ്റവും നല്ലത്. കണ്ണ് പൊട്ടൻ അറുത്താൽ തിന്നൽ കറാഹത്താണ്. പിന്നെ നീയത്ത് അത് എൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്തിൻ്റെ മൃഗം എന്ന് കരുതണം. കുറച്ചും അവനെടുക്കാം, ബാക്കി ഫക്കീറായി മിസ്കീനും കൊടുക്കണം. ഫക്കീറിനും മിസ്കീനും എന്താക്കണം? അതിൻ്റെ മാംസം കൊടുക്കണം. അറവ് നോക്ക് നിങ്ങൾ. ശ്വാസനാളവും അന്നനാളവും മുറിയണം, പെട്ടെന്ന് അറുക്കണം. പിന്നെ 1 കത്തി മൂർച്ച കൂട്ടൽ. 2ആമതായിട്ട് കിബിലക്ക് മുന്നടിക്കൽ. 3 കിബിലക്ക് ചരിച്ചു കിടത്തൽ. 4 ബിസ്മി ചൊല്ലൽ. 5 ഒട്ടകം മറുക്കൽ. പിന്നെ കഴുത്തിൻ്റെ താഴെ ഭാഗത്തിൽ കൂടിയാണ് അറുക്കൽ. ഒട്ടകം അറുക്കുമ്പോൾ കഴുത്തിൻ്റെ താഴെ ഭാഗത്തിലോട് കൂടിയാണ് അറുക്കൽ. ആടറുക്കുമ്പോൾ ഇടത് കാല് ഒഴിവാക്കി ബാക്കി 3 കാല് കെട്ടണമെന്നാണ്.
അല്ലാഹുമ്മ മിൻക വയിലേക്ക തഖബ്ബൽ മിന്നി, നിന്നിൽ നിന്ന് ലഭിച്ച മൃഗത്തെയാണ് ഞാൻ അറുക്കാൻ പോകുന്നത്, നീ നൽകിയ സമ്പത്ത് കൊണ്ടാണ് ഞാൻ അറുക്കുന്നത്, അത് ഞാൻ നിന്നിലേക്ക് തന്നെ അറുക്കുകയാണ് എന്ന് എന്താവണം പറയണം. കൊടുക്കൽ നല്ലത് കരളിൻ്റെ ഭാഗത്തെ നിന്ന് അല്പം എടുത്ത് ബാക്കി സദക്ക കൊടുക്കലാണ് നല്ലത്. അല്ലെങ്കിൽ 1/3 ഭാഗം അറവ് നടത്തിയാൽ പിന്നെ എടുക്കുക, ബാക്കി 2 ഭാഗം സദക്ക ചെയ്യുക. മൂന്നാമത്തെ രീതി, 1 ഭാഗം പിന്നെ അറുക്കുന്ന ആളുടെ ആവശ്യത്തിന്, 1 ഭാഗം സാധുക്കൾക്ക്, 1 ഭാഗം സമ്പന്നർക്ക്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ദുൽഹജ്ജ് 1 മുതൽ, അതായത് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ 1 മുതൽ താടി മുടി നീക്കം വെട്ടാതിരിക്കുക, താടി മുടി വെട്ടാതിരിക്കുക. പിന്നെ 2 മറ്റുള്ള മതക്കാർക്ക് കൊടുക്കരുത്. പിന്നെ 7/1 ഭാഗം എടുക്കാം, ബാക്കി കച്ചവടം ചെയ്യാം, അതിൽ പിന്നെ തൊലിയും വിൽക്കാം. പൂർണ്ണമായി ഉള്ളതാണെങ്കിൽ അതിൽ തൊലി സദക്ക കൊടുക്കാം. അയാൾ പിന്നെ വിറ്റാലും പ്രശ്നമില്ല, സദക്ക കൊടുത്തിട്ട് അയാൾ പിന്നെ വിറ്റാലും പ്രശ്നമില്ല, നമ്മൾ സദക്ക കൊടുക്കാം. അതുപോലെ ഉളുഹിയത്തിൻ്റെ പച്ച മാംസം കുറച്ചെങ്കിലും വിതരണം ചെയ്യണമെന്നാണ്. ഇതാണ് ഉളുഹിയത്തിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ.